ദൈവത്തിന് മഹത്വം. Praise be to the Lord. ഇങ്ങനെ ഒരു ആരാധനയും കൂടെ കൂടാനുള്ള അവസരം നമ്മുടെ ആയുസ്സിൽ ഈ ഭൂമിയുടെ മുഖത്ത് കർത്താവ് നൽകിയതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. We thank the Lord for the Lord has given yet another opportunity in our life to gather likewise at his footstool. കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും ഇങ്ങനെ ആരാധനയിൽ സംബന്ധിച്ച് നമ്മുടെ പ്രത്യാശയെ പുതുക്കുവാനും കർത്താവ് അവസരം ഒരുക്കിയതിനായി ദൈവത്തെ വീണ്ടും സ്തുതിക്കുക. We thank the Lord that the Lord has given us such an opportunity to gather likewise and to worship and praise the Lord. എത്രയോ മനുഷ്യർ കഷ്ടതയിലൂടെയും പ്രയാസങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും ഭാരങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ പ്രത്യാശയുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമകളാക്കി നമ്മെ തീർത്തു. അതോർത്ത് നാം ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കുകയാണ്. When many people are going through despair and going through sorrows and turmoil, the Lord has kept us and preserved us and has held us in this hope. ഈ പകൽക്കാലത്തെ തിരുവചന ധ്യാനത്തിനായി നമ്മുടെ ബൈബിൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് തുറക്കാം. For this morning's meditation, shall we open our Bible to the Gospel written according to St. Mark? വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൻ്റെ പ്രാരംഭ വരികൾ വായിക്കുക. Let us go to the Gospel written by St. Mark chapter 2 verse 13 and the beginning portion. അവൻ പിന്നെയും കടൽക്കര ചെന്നു. അവൻ പിന്നെയും കടൽക്കരയിൽ ചെന്നു. And he went forth again by the seaside. അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിനായി ദൈവത്തെ സ്തുതിക്കുക. We thank the Lord for this blessed scripture portion. യേശു വീണ്ടും കടൽക്കരയിലേക്ക് ചെന്നു. Again Jesus went to the seaside. അവിടെ പിന്നെയും എന്നുള്ളൊരു വാക്ക് നമുക്ക് കാണുവാൻ കഴിയും. We can see a word again over there. അപ്പോൾ മുൻപും യേശു കടൽക്കരയിലേക്ക് പോയിട്ടുണ്ട്. That means even before Jesus has gone to the sea. കർത്താവായ യേശു ക്രിസ്തുവും കടലും തമ്മിലുള്ള ബന്ധം എന്താണ്? What is the relation, the connection between Jesus and the sea? ഇത്രമാത്രം യേശു അല്ലെങ്കിൽ ക്രിസ്തു കടലിനോട് ചേർന്ന് നിൽക്കുവാൻ ഇടയായത് എന്താണ് കാരണം? And what is the reason why Jesus is being connected to the sea quite often? കർത്താവായ യേശു ക്രിസ്തു ഇത്രമാത്രം കടലിനോട് ചേർന്ന് നിൽക്കുവാൻ ഇടയായത് എന്താണ് അതിന്റെ രഹസ്യം? And what is the reason why Jesus is being so much connected to the sea? അവൻ പിന്നെയും വീണ്ടും കടൽക്കരയിലേക്ക് പോയി. He went again to the sea. ഈ വാക്യം കേൾക്കുമ്പോൾ When you hear this word, ഈ വാക്യം കേൾക്കുമ്പോൾ when you hear this verse, ചിലപ്പോൾ ഇതിനകത്ത് നീ എന്താ പറയാൻ പോകുന്നത്? you might think what is going to be mentioned through this. ഇതില് മർമ്മപ്രാധാന്യമായ വിഷയം അടങ്ങിയിട്ടുണ്ട്. There are mysteries included in this. കർത്താവായ യേശു ക്രിസ്തു ഈ കടലുമായി ചേർന്ന് അല്ലെങ്കിൽ കടൽക്കരയുമായി ചേർന്ന് നിൽക്കുന്നതിന്റെ രഹസ്യം, And the reason why Jesus is being connected to the sea, നമ്മുടെ യേശു സ്നേഹത്തിന്റെ കടലാണ്. Jesus is the sea of love. ദൈവ സ്നേഹത്തിന് ആഴവും നീളവും വീതിയും ഉയരവും ഉള്ളതുപോലെ, Like how the love of God has a depth and a height and the breadth and the length, കടലിനെ കുറിച്ച് പഠിച്ചാൽ അതിന് ആഴവും നീളവും വീതിയും ഉയരവും ഒക്കെ ഉണ്ട്. if you study about the sea, it also has a depth and a height and the length and the breadth. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്നേഹത്തിന്റെ കടലാ. Therefore Jesus is the ocean, the sea of അവൻ love. പിന്നെയും കടൽക്കരയിലേക്ക് ചെന്നു. He went again to the seashore. ദൈവ സ്നേഹത്തിന് നീളമുണ്ട്. And there is a length for the love of God. ദൈവ സ്നേഹത്തിന് വീതിയുണ്ട്. There is a breadth for the length for the love of God. ദൈവ സ്നേഹത്തിന് ആഴമുണ്ട്. There is a depth for the love of God. ദൈവ സ്നേഹത്തിന് ഉയരമുണ്ട്. And there is a height for the love of God. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, When we read Ephesians chapter 3 verse 18, അവിടെ ദൈവ സ്നേഹത്തിന്റെ വീതി, നീളം, ആഴം, ഉയരം എന്നിവയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. there it has been mentioned about the height, the length, the breadth and the depth of the love of God. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവനായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും. ദൈവ സ്നേഹത്തിന്റെ നീളം, The length of the love of God. ദൈവ സ്നേഹത്തിന്റെ നീളം എന്ന് പറയുന്നത് പിതാവിന്റെ മടിയിൽ ഇരുന്ന പൊന്നോമന പുത്രൻ ഏകജാതൻ ഈ ലോകത്തിലേക്ക് വന്ന്, താണ ലോകത്തിലേക്ക് വന്ന്
ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒതുങ്ങി ഈ ഭൂമിയിൽ പിറന്നു വീണു. അതാണ് ദൈവസ്നേഹത്തിൻ്റെ നീളം. The length of the love of God is that Jesus, who was at the lap of the Father God, came down in the form of a man into the womb of a woman and entered into this world as a human being. സ്വർഗ്ഗത്തിൽ പിതാവിനോടുകൂടെ ഇരുന്നവൻ ഈ താണ ലോകത്തിലേക്ക് വന്നു. He who was seated in the heaven along with the Father came to this low earth. രണ്ട്, ദൈവസ്നേഹത്തിന്റെ വീതി എന്താണ്? Nextly, what is the breadth of the love of God? ദൈവസ്നേഹത്തിന്റെ വീതി എന്ന് പറയുമ്പോൾ When you say the breadth of the love of God, മനുഷ്യന് വേണ്ടി ദൈവം സകലത് ഒരുക്കി വെക്കുകയാണ് ചെയ്തത്. everything has been prepared for mankind. മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപ് Before mankind was created, അവന് വേണ്ടതെല്ലാം ദൈവം ഒരുക്കി വെക്കുക. whatever has been prepared for mankind. അതാണ് ദൈവസ്നേഹത്തിന്റെ വീതി എന്ന് പറയുന്നത്. That is the breadth of the love of God. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവന് വേണ്ടതെല്ലാം ഒരുക്കി വെക്കുന്നു. Even before mankind was created, everything that was needed for him was prepared. ഞാനും നിങ്ങളും ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കി വെച്ചു. അതാണ്. And before you and I were created, everything had been prepared for us. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവന് വേണ്ടതെല്ലാം ദൈവം ഒരുക്കിയതായിട്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. And we can see everything pertaining to mankind has been created right in the first book of the book of Genesis. ദൈവ സ്നേഹത്തിന്റെ വീതി അതാണ്. And that is the breadth of the love of God. അടുത്തത് ദൈവ സ്നേഹത്തിന്റെ ആഴം. Nextly is the depth of the love of God. ദൈവ സ്നേഹത്തിന്റെ ആഴം എന്ന് പറയുമ്പോൾ When we look into the depth of the love of God, ദൈവ സ്നേഹത്തിന്റെ ആഴം കാൽവറി ക്രൂശിലാണ്. the depth of the love of God is at the cross of Calvary. ദൈവ സ്നേഹത്തിന്റെ ആഴം കാണണമെങ്കിൽ കാൽവറി ക്രൂശിലേക്ക് പോകണം. In order to see the depth of the love of God, you have to go to the cross of Calvary. ദൈവ സ്നേഹത്തിന്റെ ആഴം ക്രൂശിൽ കാണുവാൻ കഴിയും. You can see the depth of the love of God at the cross. കാരണം സകലതും സഹിക്കുന്ന ക്ഷമിക്കുന്ന ഒരു അനുഭവം ക്രൂശിലുണ്ട്. Because a love that can forgive and suffer, bear everything is there on the cross. മാത്രമല്ല സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി അവനെ തകർത്തു കളഞ്ഞു. And he did not honor his dear son, but destroyed him for us. ദൈവ സ്നേഹത്തിന്റെ ആഴത്തെ നമുക്ക് കാണുവാൻ കഴിയും. We can see the love of God and the depth of his ഞാൻ love. 3 കാര്യങ്ങൾ പറഞ്ഞു. So I mentioned 3 things. ദൈവ സ്നേഹത്തിന്റെ നീളം, 1 is the length of the love of God. ദൈവ സ്നേഹത്തിന്റെ വീതി, 2 is the breadth of the love of God. ദൈവ സ്നേഹത്തിന്റെ ആഴം. 3 is the depth of the love of God. അടുത്തത് ദൈവ സ്നേഹത്തിന്റെ ഉയരം കാണുവാൻ കഴിയും. Fourthly, we can see the height of the love of God. ദൈവ സ്നേഹത്തിന്റെ ഉയരം എന്ന് പറയുമ്പോൾ തന്റെ പുത്രനെ അത് ഉയർത്തി എന്നുള്ളതാണ്. And when you see the height of the love of God, the Son was exalted. സകലത്തിനും മീതെ അത് ഉയർന്ന നാമം നൽകി. And the name was given high above all names. അതുകൊണ്ട് ആ യേശുവിന്റെ നാമത്തിന്റെ മുൻപിൽ സകല മുഴങ്കാലും മടങ്ങും. And before the name of Jesus, therefore every knee shall bow. അപ്പോൾ ദൈവ സ്നേഹത്തിന്റെ ആഴം, നീളം, വീതി, ഉയരം. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ കടലുമായിട്ട് അത്രത്തോളം ബന്ധപ്പെട്ട് നിൽക്കുന്നത്. And therefore the length, the breadth, the height and the width of the love of God, that's why it has been mentioned to a sea. ദൈവ സ്നേഹത്തിന് ആഴവും നീളവും വീതി ഉയരമുള്ളതുപോലെ, അല്ലെങ്കിൽ കടലിന് ആഴം, നീളം, വീതി, ഉയരമുള്ളതുപോലെ ദൈവ സ്നേഹത്തിന് അനുഭവങ്ങളുണ്ട്. Because the sea and the ocean has a depth, a height, a breadth and a length, so is the love of God too. ദൈവ സ്നേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഗ്രീക്കിൽ 4 വാക്കുകൾ ഉണ്ട്. When we study about the love of God in Greek, there are four words for it. ഒന്ന് ഫിലയ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. One is the word philia. സ്നേഹിതന്മാർ തമ്മിലുള്ള സ്നേഹത്തിനാണ് ഫിലയ എന്ന് പറയുന്നത്. Philia is a word, a term coined for the love between friends. സ്നേഹിതന്മാർ തമ്മിൽ ഒരു സ്നേഹം. So there is a love between friends. സദൃശവാക്യത്തിൽ ഒരു വാക്യമുണ്ട്. There is a word in Proverbs. 17-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ In Proverbs 17 verse 17. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. A friend loves you at all the time. അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. And in times of need, adversity, he is like a brother.
സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. A friend loveth at all times. അപ്പോൾ സ്നേഹിതന്മാർ തമ്മിലുള്ള സ്നേഹം. So there is a love between friends. അടുത്തത് ഈ സ്നേഹത്തിന് സ്റ്റോർഗെ എന്നുള്ള ഗ്രീക്ക് വാക്കുണ്ട്. സ്റ്റോർഗെ. Nextly, the Greek term coined for love is a storge. എന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിനാണ് അതിന് പറയുന്നത്. That is the love, the bond between family members. അപ്പൻ മക്കൾ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുടുംബ ബന്ധമിത്രാദികൾ, ഇങ്ങനെയുള്ള സ്നേഹം. So it is the connection, the bond between the father, the mother, the children and all the family members. അതുകൊണ്ടാണ് യോസഫ് മിസ്രൈമിൽ വെച്ച് തന്റെ സഹോദരങ്ങളെ കണ്ടപ്പോൾ അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്നാണ് പറയുന്നത്. That's why when Joseph met his brethren at Egypt, he embraced them and hugged them and kissed them. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, When we come to the book of Genesis chapter 45 verse 14 and 15, when we read, മിസ്രൈമിലേക്ക് പോയ യോസഫ് Joseph who went to Egypt, എന്നാൽ പിന്നീട് കാലത്ത് തന്റെ സഹോദരങ്ങളെ കാണുമ്പോൾ, when he saw his brethren later, ആ തുന്നകന്റെ കുടുംബാംഗങ്ങളെ കാണുമ്പോഴുള്ള തന്റെ സ്നേഹം, the love when he saw his family members. അത് മാത്രമല്ല യാക്കോബ് ഏശാവിനെ കണ്ടപ്പോൾ അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്ന് കാണുവാൻ കഴിയും. Even we can see that Jacob, when he saw Esau, they hugged and kissed. അതാണ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹം. And that is the love between family members. അതിനെ ഗ്രീക്ക് വാക്കിൽ സ്റ്റോർഗെ എന്ന് പറയുന്നു. And the word in Greek is a storge. അടുത്തത് മൂന്നാമത്തെ ഗ്രീക്ക് വാക്ക് കറോസ് എന്നാണ്. കറോസ്. And the third Greek word is cross. അത് ദാമ്പത്തിക സ്നേഹം എന്ന് പറയും. And that is the love between couples. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം, The love between husband and wife. അതാണ് ആ ഭാര്യ ഭർത്താക്കൻ അല്ലെങ്കിൽ ദാമ്പത്തിക സ്നേഹം. And that is that particular love. ആ സ്നേഹം എന്ന് പറയുമ്പോൾ അത് മരണം വരെയും നിൽക്കുന്നു. And that love is until death. എന്നാൽ അടുത്തത് നാലാമത്തെ ഒരു ഗ്രീക്ക് വാക്കുണ്ട്. But fourthly, there is a Greek term, അതിന് അഗാപ്പ എന്ന് പറയും. and that's called agape. അതെന്ന് പറഞ്ഞാൽ ആ സ്നേഹമാണ് യഥാർത്ഥമായ ദൈവത്തിന്റെ സ്നേഹം. And that word is the love of God. ആർദ്രതയുള്ള സ്നേഹം. A dearly love. എന്ന് പറഞ്ഞാൽ ഇതിന് തുല്യം കൊടുക്കാൻ വേറെ ഒന്നുമില്ല. A love that cannot be matched with anything else. ഒരിക്കൽ സൺഡേ സ്കൂൾ വാർഷികത്തിന് കുഞ്ഞുങ്ങൾ ദൈവസ്നേഹത്തെ കുറിച്ച് പാടിയിട്ട് പറഞ്ഞു, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ല. Once in a Sunday school anniversary, the kids were singing along and they said, there is nothing matchable to that love. അതാണ് കാൽവറിയിലെ സ്നേഹം. That's the love of Calvary. ആർദ്രതയുള്ള സ്നേഹം. And that is endearing love. ഒരമ്മയുടെ സ്നേഹമാണ് കാൽവറിയിലെ സ്നേഹം. And the love at the cross is the love of a mother. അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. The love of a mother is the highest, the greatest love. അതിന് തുല്യം ചൊല്ലുവാൻ വേറൊന്നുമില്ല. There is no love that is matchable to it. ഒരിക്കലൊരു കുഞ്ഞ് ടെറസിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. Once a child was sleeping on top of the terrace. എന്നാൽ ഒരു വലിയ കഴുകൻ വന്ന് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി. But a great eagle came and took hold of the child. ഈ കുഞ്ഞിനെ വലിയ പാറക്കെട്ടിന്റെ മുകളിൽ വെച്ചു. And placed the child on top of a high rock. ആളുകളൊക്കെയും കണ്ട് ഈ കഴുകൻ ഒരു കുഞ്ഞിനെ റാഞ്ചി കൊണ്ടുപോകുന്നത്. Everybody saw this eagle taking up the child. എന്നാൽ ഈ പാറക്കെട്ടിന്റെ മുകളിലാണ് ഈ കുഞ്ഞിനെ കൊണ്ട് കുഞ്ഞ് അവിടെ നിന്ന് കരയുകയാണ്. And the child is placed on top of a rock. ആളുകൾ ഓടിക്കൂടി. All the people ran. എന്നാൽ ഈ പാറക്കെട്ടിന്റെ മുകളിൽ കയറാൻ ആരെ കൊണ്ടും കഴിയുന്നില്ല. But no one is able to get up to that rock. പല യൗവനക്കാരും നോക്കി എങ്ങനെയെങ്കിലും ഈ പാറക്കെട്ടിന്റെ മുകളിൽ കയറി കുഞ്ഞിനെ രക്ഷിക്കാം എന്ന്. Many youngsters too tried to climb up that mountain in order to save the child. എന്നാൽ അവർക്ക് ആർക്കും സാധ്യമാകുന്നില്ല. But none were able to do so. അവരെല്ലാം അവരുടെ പരിശ്രമങ്ങളൊക്കെ വിഫലമായി നിൽക്കുമ്പോൾ, When all their labor was in vain, ഒരു സ്ത്രീ ഓടി വരികയാണ്. here comes a woman. ആ കുഞ്ഞ് എവിടെയാണ്? Where is that child? കുഞ്ഞ് എവിടെയാണ്? Where is that അവർ child? പറഞ്ഞു, ഈ പാറക്കെട്ടിന്റെ മുകളിലാണ്. High above this rock. അവർ പറഞ്ഞു, ഞാൻ കയറിയ കുഞ്ഞിനെ എടുക്കാം. She said, I will go and take the അവർ child. പറഞ്ഞു, ഇല്ല, പറ്റത്തില്ല, ഞങ്ങളൊക്കെ നോക്കിയിട്ട് നടക്കുന്നില്ല. The others said, no, it's not possible. Even we tried, it's not. ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. It's not possible by നമ്മൾ us. പഠിച്ച പണി 18 നോക്കി. We have tried all that we can. It's not able. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, Then the woman ഇല്ല, said,
No, ഞാൻ കയറി എടുക്കാം. I will climb. സ്ത്രീ ആ പാറയിൽ അള്ളിപ്പിടിച്ച് And she clung on to the rock പാറക്കെട്ടിലൂടെ കയറി ചെന്നു. and went up high കുഞ്ഞിനെ എടുത്തുകൊണ്ട് താഴേക്ക് വന്നു. and took the child and came ശരീരമാസകലം മുറിവേറ്റിരുന്നു. down. And she was completely എന്നാൽ wounded. അവരെല്ലാം കൂടെ ഓടിച്ചെന്ന് ഈ കുഞ്ഞിനെ എടുത്തു. But they all went and took the child. ആളുകൾ ഓടിക്കൂടി ഇവരും ഈ സ്ത്രീയോട് ചോദിച്ചു, And all these people came and നിങ്ങൾ asked ആരാണ് ഈ her, കുഞ്ഞിന്റെ? who are you for this അവർ child? പറഞ്ഞു, She replied, ഞാനാണ് ഈ കുഞ്ഞിന്റെ അമ്മ. I am the mother of ഞാനാണ് ഈ this child. കുഞ്ഞിന്റെ അമ്മ. I am the mother of this child. അമ്മയുടെ സ്നേഹം അത്ര വലുതാണ്. How that's great, the love of the mother. എത്ര പ്രതികൂലങ്ങൾ ഉണ്ടായാലും So whatever tribulations, കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. she wants to save the child. ആയിരുന്നു കാൽവരി ക്രൂശിൽ. And that was seen the cross. അതാണ് ആർദ്രതയുള്ള സ്നേഹം. That is that enduring love. അവൻ വീണ്ടും പിന്നെയും കടൽക്കരയിലേക്ക് ചെന്നു. He went again to the seaside. കർത്താവായ യേശുക്രിസ്തു സ്നേഹത്തിന്റെ കടലാണ്. Jesus Christ is the sea of ദൈവ love. സ്നേഹത്തിന്റെ പ്രത്യേകതയാണ് ഈ പകൽക്കാലം നമുക്ക് ചിന്തിക്കേണ്ടത്. This morning we have to meditate about the speciality of the love of God. ദൈവ സ്നേഹത്തിന്റെ പ്രത്യേകത. The specialities of the love of God. സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, When we go to Proverbs chapter 10 and verse 12, when we read, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു എന്നാണ്. it is written that the love covereth all sins. വായിക്കാം. സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. But the love covereth all sins. ദൈവ സ്നേഹത്തിന്റെ പ്രത്യേകത മനുഷ്യന്റെ സകല ലംഘനങ്ങളെ മൂടിക്കളയുക. And the speciality of the love of God is that all the sins of mankind is being covered. മനുഷ്യൻ ലംഘനം ചെയ്തവനാണ്. Man has been our transgressor. ദൈവം മനുഷ്യനെ അതിര് വെച്ചിട്ടുണ്ടായിരുന്നു. There was a boundary kept for mankind. ഏദൻ പർദീസയിൽ ഒരു അതിരുണ്ടായിരുന്നു മനുഷ്യന്. There was a boundary for mankind. അതിരുകളെ ലംഘിച്ചു കളഞ്ഞു. But all the boundaries were broken. ആ ലംഘനം സ്തോത്രം. And that transgression. മനുഷ്യവർഗത്തിന്റെ സകല മനുഷ്യവർഗത്തിന്റെ ലംഘനങ്ങളെ മൂടുന്നതായിരുന്നു ദൈവത്തിന്റെ സ്നേഹം. But the love of God was that which covered up all the transgressions of mankind. തിരുവചനത്തിൽ ഒരു വാക്യമുണ്ട്. There is a word in the scripture. അവൻ എൻ്റെ മേൽ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. The banner over me is love. ഈ സ്നേഹത്തിന്റെ കൊടിയാൽ നമ്മളെ പൊതിയപ്പെട്ടിരിക്കുക. We have been covered by this love. മനസ്സിലാകാൻ നിങ്ങൾക്ക് ഒരു സംഭവം പറഞ്ഞു തരാം. In order to make you understand, I'll say a thing. ജന്മനാൽ ഇംഗ്ലീഷുകാരനായ ഒരുവൻ, A person who was a native English person, അദ്ദേഹം അമേരിക്കൻ പൗരത്വം എടുത്ത് അമേരിക്കയിൽ പാർക്കുകയായിരുന്നു. he took American citizenship and was dwelling in America. എന്നാൽ ബിസിനസ് സംബന്ധമായി താൻ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് പോകേണ്ടി വന്നു. But for his business endeavors, he went to Spain. ആ രാജ്യത്ത് ചെന്നപ്പോൾ And when he went to that country, താൻ ഒറ്റുകാരനാണെന്ന് അവർ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ പിടിച്ച് തടവിലാക്കി. but the people over there thought that he was a spy and they put him in prison. എന്നാൽ മറ്റ് അംബാസിഡർമാരൊക്കെ നോക്കി ഇദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ. And all the ambassadors and the officials came in order to prove him innocent. എന്നാൽ ഇദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞില്ല. But his innocency could not be proved by them അവരത് too. അംഗീകരിച്ചില്ല. They did not accept it. എന്നാൽ തന്നെ പരസ്യമായി വെടിവെച്ച് കൊല്ലുവാനായിട്ട് കൽപ്പന പുറപ്പെട്ടു. So the commandment, the decree came for a public execution. അങ്ങനെ ഒരു ദിവസം തന്നെ പരസ്യമായി വെടിവെച്ച് കൊല്ലുവാനായിട്ട് ആ കൊല ദിവസം തന്നെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. So the day of execution came there, he was made to stand in the public. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെയും അമേരിക്കൻ ഗവൺമെന്റിന്റെയും അതേ അംബാസിഡർമാർ ഇത് അറിഞ്ഞു. So the British government as well as the American government ambassadors came to know about it. അവർ അവിടെ എത്രയും വേഗം എത്തി. And they rushed over there. വെറുതെ അല്ല വന്നത്. They didn't come simply. ഇവരുടെ കൈവശം അവരുടെ രാജ്യത്തിന്റെ ദേശീയ പതാക ഉണ്ടായിരുന്നു. They had the national flag also with ഈ them. പതാക കൊണ്ടുവന്ന് ഈ മനുഷ്യനെ അങ്ങ് ചുറ്റി. And they took this flag and covered him up. എന്നിട്ട് ഇവർ പറഞ്ഞു, And they said, ഇനി ധൈര്യം ഉണ്ടെങ്കിൽ വെടിവെച്ചു. now if you are bold enough, go and shoot him. ഇനി ധൈര്യം ഉണ്ടെങ്കിൽ വെടിവെച്ചു. If you are bold enough, shoot him. അധികാരികൾ ഞെട്ടിപ്പോയി. All the authorities were ഈ shocked. വെടിവെച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? Do you know what will happen if they shoot? രണ്ട് രാജ്യത്തിന്റെയും പതാകയ്ക്കാണ് കേട് സംഭവിക്കുന്നത്. The flags of both the countries will be destroyed. മഹാശക്തിയുള്ള രണ്ട് രാജ്യങ്ങളുടെ പതാക നഷ്ടം കീറിയാൽ If the flags of two mighty nations are destroyed, വലിയ യുദ്ധം പുറപ്പെട്ടു വരും. the war will break out. അവർ അതിൽ നിന്ന് പിന്മാറി. They all withdrew. ഈ മനുഷ്യനെ അവർ അതിൽ നിന്ന് കുറ്റവിമുക്തനാക്കി തീർത്തു. And this
man was saved from there. എന്താണ് അതിന്റെ രഹസ്യം? What was the reason? അദ്ദേഹത്തിന്റെ മേൽ ചുറ്റപ്പെട്ടിരുന്ന ആ പതാകയായിരുന്നു, ആ കൊടിയായിരുന്നു. It was the flag with which he was covered. ഉത്തമഗീത പുസ്തകത്തിൽ എന്താണ് വായിക്കുന്നത്? What do we read in Songs of Solomon? 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ In chapter 8 verse 4. എന്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. എന്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. And the banner over me is his love. ദൈവ സ്നേഹത്താൽ നാം ചുറ്റപ്പെട്ടിരിക്കുകയാണ്. We have been covered by the love of God. സകല ലംഘനങ്ങളെയും നമ്മെ മൂടിക്കളഞ്ഞിരിക്കുന്നു. And all our transgressions have been covered. അതാണ് ദൈവ സ്നേഹത്തിന്റെ പ്രത്യേകത. That is the speciality of the love of God. നമ്മുടെ കുറവുകളും ദോഷങ്ങളും പോഷത്വങ്ങളും ഓർക്കാതെ, Without remembering our iniquities and shortcomings and foolishness. നമ്മുടെ അറിവുകേടുകൾ ഓർക്കാതെ, Without remembering our ignorance. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ലംഘനങ്ങളെ എല്ലാം മൂടിക്കളഞ്ഞല്ലോ. The love of God covered up all our sins. അതോർത്ത് കർത്താവിന് മഹത്വം കൊടുത്ത് കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാ. ദൈവത്തിന്റെ സ്നേഹം അത് നമ്മുടെ ലംഘനങ്ങളെ മൂടുന്നു. So the love of God covereth up our sins. അടുത്തത് ദൈവസ്നേഹത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, The second speciality of the love of God കുഴിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു. കുഴിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു. will save us from the pit. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ, Isaiah, the book of Isaiah, chapter 38 verse 14, when we read, എന്റെ പ്രാണനെ നാശകുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. so he has saved me by love. പ്രാണനെ നാശകുഴിയിൽ നിന്നും സ്നേഹത്തോടെ ഒന്നുകൂടെ വായിച്ചാട്ടാ വാക്യം. എന്റെ പ്രാണനെ നാശകുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. നാശകുഴിയിൽ നിന്നും സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. So he has saved me from that pit of destruction. ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മെ രക്ഷിക്കുന്നത്. It is the love of God that saves us. എവിടെ നിന്നാ? From where? നാശകുഴിയിൽ നിന്ന്. From the pit of corruption. നമ്മളെല്ലാം ഈ നാശകരമായ കുഴിയിലായിരുന്നു. We all were in the pit of destruction. ദൈവത്തിന്റെ സ്നേഹമാണ് ആ കുഴിയിൽ നിന്ന് നമ്മെ രക്ഷിച്ചത്. But it was the love of God that saved us from that pit. അത് ഓർക്കുമ്പോൾ എത്ര മഹത്വം കൊടുത്താൽ മതിയാകും. When you remember that, how much grateful shall you be? സങ്കീർത്തനത്തിൽ വായിക്കുന്നു, അവൻ നാശകരമായ കുഴിയിൽ നിന്ന് അത് എന്നെ കയറ്റിയിരിക്കുന്നു. In Psalms we read, he has taken me up from the pit of destruction. നാശകരമായ കുഴിയിലായിരുന്നു. We were in a horrible pit. വലിയ ആപത്ത് നിറഞ്ഞ അവസ്ഥയായിരുന്നു. It was a dangerous situation. ടോൾസ്റ്റോയുടെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. I've heard a story of Tolstoy. അതിങ്ങനെയാണ്. It was like this. ഒരിക്കലൊരു രാജാവ് Once a king, ആയുധസന്നാഹവുമായി വനത്തിലേക്ക് പോയി. with his army he was going to the forest. പോകുന്ന വഴിയില് On the way, ആയുധമൊക്കെ ആയിട്ടാണ് പോയത്. he was going with weapons. എന്നാൽ താൻ ഒരു വലിയ കരടിയുടെ മുമ്പിൽ ചെന്ന് വിട്ടു. He got trapped in front of a bear. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ഓടിയതാ. And he ran to save his life. കാല് തട്ടി ഒരു വലിയൊരു കുഴിയിൽ വീണു. Hit on a rock, he fell into a pit. ഈ കുഴിയിൽ വീണപ്പോൾ ആ കുഴിയിലോട്ടൊരു കാട്ടുവള്ളി ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു, വള്ളി. And there was a wild string over there into that pit. അദ്ദേഹം ഈ കാട്ടുവള്ളിയിൽ തൂങ്ങി കിടക്കുക. And he was clinging onto that wild creeper. കരടി തന്റെ അടുക്കിലേക്ക് അടുത്തു വന്നു. The bear came nigh to him. എന്നാൽ കുഴിയുടെ താഴേക്ക് ഇറങ്ങി രക്ഷപ്പെടാമെന്ന് ചിന്തിച്ച് കുഴിയുടെ താഴോട്ട് നോക്കിയപ്പോൾ, But when he was trying to escape and looking down to the pit, അവിടെ ഒരു മഹാസർപ്പം ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന ഈ ശബ്ദം കേട്ടതുകൊണ്ട് there was a great serpent with his head on. അദ്ദേഹം ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. He started to tremble and എന്നാൽ fear. ഇനി കരയിൽ കയറി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് കണ്ട് നോക്കിയപ്പോൾ കരടി ഇങ്ങനെ നിൽക്കുക, നീ കയറി വാ എന്നുള്ള ചിന്തയില്. In order to save, in order to come to the land, he was looking, but the bear was there in order to danger him. അങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ സർപ്പം ഇങ്ങനെ പണം വിടർത്തി നിൽക്കുക. So down there is a serpent. നീ താഴോട്ട് വാ, നിന്നെ ഞാൻ ശരിയാക്കാം. You come down, I'll take care. അപ്പൊ കരടി പറയാ, നീ കരയെ കയറ, നിന്നെ കിട്ട് തരാം. And the bear says, you come to the ground, I'll take care. മനുഷ്യൻ അവിടെ ഇങ്ങനെ ആ വള്ളിയെ വാ ഇങ്ങനെ തൂങ്ങി കിടന്ന് കരയുക. This person is crying, hanging on that wild creeper. കരഞ്ഞ് 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 And he was crying and crying and ഇങ്ങനെ crying. കിടക്കുകയാ. And he was saying, അവന്റെ വിളി എന്താണെന്നറിയാമോ? you know what was his calling? എന്നെ ആരെങ്കിലും രക്ഷിക്കണമേ, Someone should help me. എന്നെ രക്ഷിക്കണമേ, Someone should save me. രക്ഷിക്കണമേ എന്നുള്ള വിളിയാ. The call of save.
ഇതുപോലെയായിരുന്നു മനുഷ്യവർഗത്തിന്റെ അവസ്ഥ. Mankind is in such a situation today. യാതൊരു മാർഗവുമില്ല. No way for saving. മുകളിൽ കരയിലോട്ട് നോക്കിയാലും ഇല്ല. If you look onto the shore, there is nothing. നോക്കിയാലും ഇല്ല. If you look down, there is nothing. ഇങ്ങനെയായിരുന്നു മനുഷ്യൻ ആകപ്പാടെ ബന്ധപ്പെട്ടത്. And the whole mankind is being in a terrible situation. മനുഷ്യൻ നിരാശയുടെ നീർച്ചൂഴിൽ ഇന്നും കഴിയുകയാണ്. അങ്ങനെ കഴിയുന്ന എത്രയോ പേരുണ്ട്. Even today mankind is in the whirl of a disappointment even today. എന്നാൽ ഇങ്ങനെ വിലപിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാനായിരുന്നു നമ്മുടെ കർത്താവായ യേശു ലോകത്തിലേക്ക് വന്നത്. But Jesus Christ came into this world in order to save this kind of a lamenting person. നമ്മുടെ യേശു ഈ ഭൂമിയിൽ വന്ന് നമ്മെ എല്ലാവരെയും നാശകരമായ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. Our Jesus came and he delivered us all from the horrible pit. സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്ക് എന്താണ്? What is the word said by the psalmist? നാശകരമായ കുഴിയിൽ നിന്ന് കയറ്റി, and he took me out of the horrible pit, സുസ്ഥിരമായ പാറമേൽ എൻ്റെ പാദം നിർത്തിയിരിക്കുന്നു. and he has put my feet upon a rock. ഇതാണ് നമ്മുടെ കർത്താവ് ചെയ്തിരിക്കുന്നത്. That is what our Jesus did. ദൈവ സ്നേഹത്തിന്റെ പ്രത്യേകതയാണ്. It is the speciality of the love of God. അടുത്തത് ദൈവ സ്നേഹത്തിന്റെ അടുത്ത പ്രത്യേകത. The next speciality of his love. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ, when we go to the first epistle written by John chapter 4 and verse 18, അവിടെ when we read, വായിക്കുന്നു, ഭയത്തെ പുറത്താക്കുന്നു. and it casts out fear. ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. Perfect love casteth out fear. ദൈവ സ്നേഹത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകതയാണ് ഭയത്തെ പുറത്താക്കുക. The third speciality of the love of God is to cast out fear. മനുഷ്യൻ ഏതിനെയൊക്കെ ഇന്ന് ഭയപ്പെടുന്നുണ്ട്. Today mankind is fearing many things. ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. He is living with a great fear. എന്നാൽ മനുഷ്യന്റെ ഹൃദയത്തിലെ ഭയത്തെ മാറ്റുവാൻ ദൈവ സ്നേഹത്തിന് മാത്രമേ കഴിയുള്ളൂ. But in order to cast away the fear from mankind, only the love of God can do. ഇരുമ്പ് കൊണ്ട് പാറയെ തകർക്കാം. You can destroy a rock with an iron. എന്നാൽ ഇരുമ്പിനെ തീ കൊണ്ട് ഉരുക്കാം. But this iron can be melted or forged by fire. തീയെ വെള്ളം കൊണ്ട് കെടുത്തിക്കളയാം. And this fire can be quenched by water. വെള്ളത്തെ കാറ്റുകൊണ്ട് പല ദിശകളിലേക്ക് തിരിക്കാൻ കഴിയും. And this water can be divided by the winds into different directions. എന്നാൽ കാറ്റിനെ മനുഷ്യനെ നിയന്ത്രിച്ച് ഒതുക്കാൻ പറ്റും. But this wind can also be controlled. എന്നാൽ മനുഷ്യന്റെ ഹൃദയത്തിലുള്ള ഭയത്തെ പുറത്താക്കാൻ ദൈവസ്നേഹത്തിന് മാത്രമേ കഴിയുള്ളൂ. But the mankind who controls his heart and the fear, it can only be controlled by God. ദൈവത്തിന്റെ സ്നേഹം ഒരുവന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ, when the love of God comes into the heart of a man, അവന്റെ ഉള്ളിലുള്ള ഭീരുത്വമെല്ലാം അകന്നു പോവുകയാണ്. all the fear in his life is being cast away. ദൈവത്തിന്റെ സ്നേഹം ഉള്ളിൽ വരുമ്പോൾ, when the love of God comes into your heart, ഉള്ളിലുള്ള ഭയങ്ങൾ മാറിപ്പോകും. all the fears within you is taken out. ദൈവ സ്നേഹത്തിന്റെ പ്രത്യേകതയാണ്. It is the speciality of the love of God. വീണ്ടും തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ, again when we come to the scriptures, ദൈവ സ്നേഹത്തിന്റെ അടുത്ത നാലാമത്തെ പ്രത്യേകത, the fourth speciality of the love of God, ആത്മീക വർദ്ധനവ് നൽകുകയാണ്. they give us a spiritual edification. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, when we go to 1 Corinthians chapter 8 verse 1, when we read, സ്നേഹമോ ആത്മീയ വർധന വരുത്തുന്നു, അറിവ് ചീർപ്പിക്കുന്നു. knowledge puffeth up. ലോകപ്രകാരം എത്ര അറിവുണ്ടെങ്കിലും though we have a knowledge in the worldly manner, ദൈവസ്നേഹം ഉള്ളിൽ ഉണ്ടാകത്തില്ല. but we will not have the love of God. അതെ, ലോകപ്രകാരം എത്ര അറിവുണ്ടെങ്കിലും ആത്മീയ വർധന ഉണ്ടാകുകയില്ല. even if you have worldly knowledge, you will not be spiritually edified. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. You have to take care of this verse. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, the first epistle written to the Corinthians chapter 8 and verse 1, when we read, അറിവ് ചീർപ്പിക്കുന്നു, knowledge puffeth up, സ്നേഹമോ ആത്മീയ വർധന വരുത്തുന്നു. but charity edifieth. ഇന്ന് ലോകത്തിൽ ആത്മീയ വർധന വരുത്തുന്ന ഒരു കാര്യവും നമുക്ക് കാണാൻ സാധ്യമല്ല. Today in this world, if you look on, there would be nothing that could bring a spiritual edification. എന്നാൽ ആത്മീകമായിട്ട് നാം പഠിക്കുമ്പോൾ അനേക കാര്യങ്ങൾ നമുക്ക് ആത്മീയ വർധന വരുത്തും. But if you study spiritually, you can see many things that brings in an edification. നല്ല വാക്കുകൾ സംസാരിച്ച് ആത്മീയ വർധന വരുത്താൻ കഴിയും. If you speak good words, you can bring in a spiritual edification. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം വായിക്കുമ്പോൾ, when we read Ephesians chapter 4 verse 29, നല്ല വാക്കോ ആത്മീയ വർധന വരുത്തുന്നുവെന്നാ. it is written, a good word brings in edification.
കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്ക്. So good word. നമ്മുടെ അതരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ. The words which come out of your mouth. ഒരിക്കൽ ഒരാളെ കുറിച്ച് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു. Once when I went to home, a person said, അദ്ദേഹം പ്രായം ചെന്നയാളാണ്. He was an old man. അദ്ദേഹം പറയുന്നത് മുഴുവനും അന്യായമായ ഭാഷയാണ്. And all his language was strange language. വേറെ വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. But in another house when I went, ഞങ്ങളുടെ അമ്മച്ചി എപ്പോഴും പാട്ടും അന്യഭാഷയുമാണ് പറയുന്നത്. Our grandmother is always singing and speaking in tongues. വ്യത്യാസം മനസ്സിലാക്കണം. You have to understand the difference. അന്യഭാഷയുണ്ട്. There are strange tongues. അന്യായമായ ഭാഷയുണ്ട്. And unknown tongues also. അപ്പോൾ ഞങ്ങളുടെ അമ്മച്ചി ഏത് സമയവും പാട്ടും അതുപോലെ തന്നെ അന്യഭാഷ പറയിച്ചില്ല. So our grandmother, she was singing and speaking in tongues always. അത് കാരണം അടുത്ത് ചെല്ലുന്നവർക്ക് ഒരു സന്തോഷമാണ്. So everyone who goes by they'll be glad. ഇത്ര കഷ്ടത്തിലായപ്പോൾ പാട്ട് പാടുകയും അന്യഭാഷ പറയുകയും ചെയ്യുന്നല്ലോ ഈ അമ്മച്ചി. Because in this kind of a situation too, she is singing and speaking in tongues. അതുകൊണ്ട് അടുത്ത് ചെല്ലുന്ന ആളിന് തന്നെ ഒരു ആത്മീയ വർധനമാണ്. So the person who goes to see them are also spiritually edified. എന്നാൽ കെട്ട വാക്കുകൾ അന്യായമായ ഭാഷ പറയുന്നവരുണ്ട്. But there are people who speak diverse strange tongues. എന്തിനും ഏതിനും അതേ അന്യായമായ ഭാഷ. For anything and everything they would use this kind of language. അതൊരിക്കലും ആത്മീയ വർധന വരുത്തുന്നില്ല. It wouldn't bring a spiritual edification. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ വാക്കുകൾ ദൈവത്തിന് പ്രസാദമായിരിക്കട്ടെ. Therefore these days our words should be pleasable to God. നല്ല വാക്ക് ആത്മീയ വർധന വരുത്തുന്നു. Good words bring in a spiritual edification. ചിലരുടെ വാക്ക് കേട്ടാൽ അന്നേരം രണ്ട് പൊട്ടീര് കൊടുക്കാൻ തോന്നുന്നു. Some people's words you hear and you fight to beat them. അടി കൊള്ളുന്ന വാക്കേ പറയത്തുള്ളൂ. Because they will only say such kind of language. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. There are some kind of people like that. എന്നാൽ അതൊന്നും ആത്മീയ വർധന വരുത്തുന്നില്ല. But it is not bringing spiritual edification. ആത്മീയ വർധന വരുത്തുന്ന നല്ല വാക്ക് നമ്മുടെ വായിൽ നിന്ന് ഈ നാളുകളിൽ പുറപ്പെടട്ടെ. These days let the words which bring in a spiritual edification proceed out of our mouth. അടുത്തത് ആത്മീയ വർധന വരുത്തുന്നതാണ് ദൈവത്തോട് സംസാരിക്കുക എന്നുള്ളത്. Nextly, the thing which brings in spiritual edification is communicating with God. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, Reading 1 Corinthians chapter 14 and verse 4 when we read, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. He that speaketh in an unknown tongue edifieth himself. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. So there is a spiritual edification over there. ഈ നാളുകളിൽ ധാരാളമായി ദൈവത്തോട് സംസാരിപ്പാനിടയാകട്ടെ. These days we have to talk much with our Lord. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നുള്ളതിന്റെ ഏകവും പ്രത്യക്ഷമായ അടയാളം അന്യഭാഷയാണ്. And the one and only visible sign of the anointing of the Holy Ghost is the speaking of unknown tongues. ക്രിസ്തുവിൽ എനിക്കൊരു മനുഷ്യനെ അറിയാം. I know a man in Christ. 14 സംവത്സരങ്ങൾക്ക് മുമ്പ് അവൻ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു. 14 years ago he was taken up to the 3rd heaven. അവിടെ ഞാൻ മനുഷ്യർക്ക് ഉച്ചരിച്ചുകൂടാത്ത ഭാഷ ഞാൻ കേട്ടു. And I heard a tongue which man could not utter. അതാണ് സ്വർഗ്ഗത്തിലെ ഭാഷ. That is the heavenly tongue. ദൈവത്തോട് സംസാരിക്കുന്നവരായിരിക്കണം. And we have to speak with our Lord. ദൈവത്തോട് സംസാരിക്കുമ്പോൾ when we communicate with God, ഭാരങ്ങളെല്ലാം മാറിപ്പോകും. burdens are all taken away. ദൈവത്തോട് സംസാരിക്കുമ്പോൾ when we communicate with God, നമ്മുടെ ദുഃഖങ്ങളും വേദനകളും അലിഞ്ഞു പോകും. all our sorrows and pain will be melted away. അധികം ദൈവത്തോട് സംസാരിപ്പാൻ കൃപ ചെയ്യട്ടെ. These days may the Lord help us to speak much with him. വിശുദ്ധ പൗലോസ് പറയുന്നു, what St. Paul says, മറ്റെല്ലാവരെക്കാൾ അധികം ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചു. I speak with tongues more than ye all. ഈ നാളുകളിൽ അധികം ദൈവത്തോട് സംസാരിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. These days may the Lord bestow us to speak much unto him. അത് മാത്രമല്ല ദൈവത്തിന്റെ ശബ്ദം പ്രവചനം ആത്മീയ വർധന വരുത്തുന്നുവെന്ന്. And it is also saying that prophecy brings in spiritual edification. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, when we read 1 Corinthians chapter 14 verse 3, പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും he that prophesieth speaketh unto men to edification. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. Prophecy has not come by the desire and will of man, says scriptures. ദൈവത്തിന്റെ ആലോചന നമ്മെ അറിയിക്കുമ്പോൾ അതിനെ ഏറ്റെടുക്കുമ്പോൾ അതൊരു ആത്മീയ വർധനമാണ്. So when we are made known about the counsel of God and when we heed on it, it is a spiritual edification.
അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവസ്നേഹം നമുക്ക് ആത്മീക വർധനവ് വരുത്തുകയാണ്. So these days the love of God is bringing in a spiritual edification. അടുത്ത ദൈവസ്നേഹത്തിന്റെ അഞ്ചാമത്തെ പ്രത്യേകത, And the fifth speciality, നമ്മളെ നിർബന്ധിക്കുന്നതാണ് ദൈവസ്നേഹം. the love of the Lord constraineth us. ആത്മീക കാര്യങ്ങളിൽ നിർബന്ധിക്കുന്നു ദൈവസ്നേഹം. The love of God constrains us in spiritual matters. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, When we read 2 Corinthians chapter 5 verse 14, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. for the love of Christ constraineth us. ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മെ നിർബന്ധിച്ചത്. It is the love of Christ that had been constraining us. എന്താണ് കർത്താവിന്റെ സ്നേഹം നിർബന്ധിച്ചത്? What did the love of Christ constrain? അക്കരയ്ക്ക് പോകുവാൻ. In order to go to the other shore. തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ, when you go to the scriptures, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ, when we read Matthew chapter 14 verse 22, അത് അന്ന് സന്ധ്യയായപ്പോൾ അക്കരയ്ക്ക് പോകാ എന്ന് പറഞ്ഞെന്നാ. it is written in the evening time Jesus constrained them to go to the other shore. എന്നാണ് എഴുതിയിരിക്കുന്നത്. It is written Jesus constrained. അക്കരയ്ക്ക് പോകാൻ യേശു നിർബന്ധിച്ചു. Jesus constrained to go to the other side. നമ്മളെല്ലാം ഈ സന്ധ്യാസമയത്ത് അക്കരയ്ക്ക് പോകാൻ ഇറങ്ങി പുറപ്പെട്ടവരാ. In this evening phase of life we have all proceeded to go to the other shore. ഏതാണ് ഈ അക്കരെ എന്ന് പറയുന്നത്? Which is this other shore? ഓ, അത് നക്ഷത്രഗോളങ്ങൾക്കപ്പുറം. It is beyond the galaxies. ഈ ഭൂമിയിലല്ല. It is not in this world. ഈ ഭൂമിയിലുള്ളതൊന്നും അക്കരെ എന്ന് പറയാൻ കഴിയത്തില്ല. Whatever is there in this world cannot be called as the other shore. ചിലർ പറയത്തില്ല, ഞാൻ അക്കരയ്ക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Some people may say I am trying to go other shore. ഗൾഫ് നാടുകളിലോ യൂറോപ്യൻ നാടുകളിലേക്കൊക്കെ പോകുന്നതിനെ അക്കരയ്ക്ക് പോകാമെന്ന് ചിലർ പറയാറുണ്ട്. Some people refer it to be saying to go to the Gulf or going Western countries. എന്നാൽ അക്കരെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെയല്ല. But this other shore is not about that. ഒരു തുറമുഖത്തിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. This other shore is about a harbor, a shore. അതുകൊണ്ടാണ് ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിച്ചു. And there was a rest in the land and they were made to reach to the harbor of their desire. ഒരു സന്ധ്യാസമയത്ത് നമ്മൾ അക്കരയ്ക്ക് പോകാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. In this evening time we have proceeded to go we are proceeding to the other shore. ഒരു സന്ധ്യാസമയമായിരിക്കുകയാണ്. It is an evening phase. സന്ധ്യയാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? In the evening what happens? ഇരുട്ട് വ്യാപിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? When darkness spreads out, what happens? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? Have you noticed? സന്ധ്യാസമയം, In the evening time, ഇരുട്ട് അങ്ങോട്ട് വെളിച്ചം മാറി ഇരുട്ട് അങ്ങോട്ട് പ്രവേശിക്കുന്ന സമയം. the sunlight is dimming and darkness is entering in. ഓ, ആ വലിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. We can see great things over there. സന്ധ്യയാകുമ്പോഴത്തേക്ക് ബിസിനസ്സുകാരൊക്കെ എന്തോ ചെയ്യുമെന്ന് അറിയാമോ? You know what do the business people do in the evening? കടയുടെ പുറത്ത് വെച്ചിരുന്ന ഡിസ്പ്ലേക്ക് വെച്ചിരുന്ന സാധനം എല്ലാം കുറേശ്ശെ കടയ്ക്കുള്ളിലോട്ട് കയറ്റുക. Whatever is kept outside of the shop for display is slowly put inside. എന്താ, കട അടയ്ക്കാൻ പോവാനോ? Are you going to close the shop? അല്ല, No. സന്ധ്യയായാലോ This evening സാധനങ്ങളൊക്കെ ഒതുക്കുക. we are just keeping things in a safe place. ബസ് സർവീസ് നടത്തുന്ന ആൾക്കാരെ നോക്കിയാൽ, If you look at the people who conduct the bus service, സന്ധ്യാസമയമാകുമ്പോൾ എന്തോ ചെയ്യുന്നറിയാമോ? in the evening what would they do? കണ്ടക്ടർ ബാഗ് എല്ലാം കൂടെ ഒരു കുലുക്ക Conductor will shake his bag കുലുക്കിയിട്ട് 100 രൂപ ഒരു ഭാഗത്തോട്ട് മാറ്റുന്നു, and he will arrange the money. 50 രൂപ മാറ്റുന്നു, 50 rupees, 500 രൂപ മാറ്റുന്നു, 500 rupees. ഇങ്ങനെ മാറ്റി വെക്കുക. All the currencies being കാരണം arranged. എന്താ Why? എന്താ കണ്ടക്ടർ സാറേ ഇത് ചെയ്യുന്നേ? Why are you doing, conductor sir? സന്ധ്യയായല്ലോ, It's evening. ബസ് ഒതുക്കാറായി. We are trying to put it on shore. ഇനിയുമുണ്ട്. സന്ധ്യയാകുമ്പോൾ നോക്കിയാൽ പക്ഷികളൊക്കെ പറന്ന് കൂടണയുന്നത് കാണാം. In the evening if you see, all the birds are going back to their nests. എതിരെല്ലാം കറങ്ങി നടക്കുന്ന പക്ഷികൾ എന്തോ ചെയ്യുമെന്നറിയാമോ? All the fowls are flying in the air. വ്യാപിക്കുന്ന ഉടനെ വെളിച്ചമുള്ളിടത്തേക്ക് പറന്നു പോയി അവിടെ പോയി ചേക്കേറുകയാണ്. As soon as the dark is creeping in, they would go to their place, they would go to their nest. എവിടെ നോക്കിയാലും ഒരു ഇരുട്ടിന്റെ അവസ്ഥ കാണുവാൻ കഴിയും. Wherever you look, you see an experience of darkness. ഇരുട്ട് വ്യാപിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? When darkness spreads out, what happens? എന്താണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്? What does the psalmist say? 104-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, Psalms 104. നീയോ ഇരുട്ട് വരുത്തുന്നു, You bring in darkness. കാട്ടുമൃഗങ്ങളൊക്കെ സഞ്ചാരം തുടങ്ങുന്നു. Wild beasts go out. അത് ഈ ലോകം ഒരു ഇരുട്ടിലേക്ക് പോവുകയാണ്. The whole world is going through darkness. അന്ധകാരത്തിന്റെ പൈശാചിക ശക്തി ലോകത്തെ മൂടാൻ പോവുകയാണ്. The satanic powers of darkness is going to cover up this whole world. പൈശാചിക തൃത്വ ശക്തി ഭൂമിയെ ഭരിക്കാൻ പോവുകയാണ്. The Trinity powers of Satan are going to rule upon this whole world. മുഴു ലോകത്തെ അടക്കി ഭരിക്കുന്ന ഒരു ആഗോള നേതാവ് ഈ
ഈ ലോകത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. A world leader is going to come upon this world in order to control the entire planet. അതിന്റെ മുന്നോടിയാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും. And all these things are aforehead of it. പ്രകൃതിക്ഷോഭങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. You see natural disasters in a place. അടുത്തിടയിൽ ഭൂകമ്പങ്ങൾ പല രാജ്യങ്ങളിൽ നടക്കുന്നു. And earthquakes in recent times too. ഒരു ഭാഗത്ത് രാജ്യങ്ങൾ തമ്മിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന യുദ്ധശ്രുതി. And in other places there are the wars and the proclamations of war. ഒരു ഭാഗത്ത് പകർച്ചവ്യാധി മാരകമായ വ്യാധി മനുഷ്യനെ കാർന്നു തിന്നുന്നു. In another portion there are pestilences and pandemics. ആത്മീയ ലോകത്തിലേക്ക് നോക്കിയാൽ If you look into the spiritual realm, വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. apostasy is being held. അനേകരുടെ വിശ്വാസത്തിന് മങ്ങലേറ്റുകൊണ്ടിരിക്കുന്നു. And many people are losing their faith. സന്ധ്യാസമയത്താണ് ഇതെല്ലാം നടക്കുന്നത്. All this happens in the evening. സന്ധ്യയായപ്പോൾ അവർ അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. When it was the evening, Jesus constrained them to go to the side. എന്നാൽ കാറ്റും തിരമാലയും അതേ ആ പടകിനെ മുക്കുമാറാക്കി. But then in the midst of the sea, the waves were there and the wind in order to toss the ship. ശിഷ്യന്മാർ കണ്ടു ഭയന്നു. And the disciples were, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? Lord, aren't you troubled about that we are destroyed? എപ്പോഴാണ് സംഭവിക്കുന്നത്? When did this happen? സന്ധ്യാസമയത്താണ്. In the evening time. നാം ഒരു സന്ധ്യാസമയത്ത് എത്തിയിരിക്കുകയാണ്. We have reached the evening time. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുകയാണ്. But the love of the Lord is constraining us. എന്തിനാണ്? Why? അത് എത്ര കാറ്റും കോളും തിരമാലയുണ്ടെങ്കിലും Whatever the wind or the word it may ഞാൻ be, അക്കരെ പോയി വിശ്രമിക്കും. I shall go and take abide in the other shore. എത്ര പേർക്ക് പറയാൻ കഴിയും? How many of you can say that? കാറ്റും കോളും തിരമാലയും എന്റെ പടകിനെ മുക്കുമ്പോ, Although there are whirlwinds and waves that are tossing my ship, ഇല്ല, ഞാൻ അക്കരെ പോയി വിശ്രമിക്കൂ. no, I will go to the other shore ഒരു and ശുഭ abide. തുറമുഖം ഒരുക്കപ്പെടുന്നു. A good harbor is made for me. എത്രയോ വിശുദ്ധന്മാർ ആ ശുഭ തുറമുഖത്തെത്തിയിരിക്കുന്നു. And many saints have already reached eternal abode. മരണസമയത്ത് ശവസംസ്കാര ശുശ്രൂഷയിൽ ചിലർ വന്ന് അനുശോചനം പറയാറുണ്ട്. During the funeral services, some people would come and clear condolences. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് They will mention all the things. നിത്യതയുടെ ശുഭ തുറമുഖത്ത് കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നതാണ്. They would say that I conclude my words with the hope that we shall meet at the eternal abode. നിത്യതയുടെ ശുഭ തുറമുഖം. The eternal abode of hope. ആ തുറമുഖത്തെത്തുവാൻ വേണ്ടി നമ്മൾ യാത്ര ചെയ്യുകയാണ്. And we are proceeding to that eternal അതിന് abode. നമ്മെ നിർബന്ധിക്കുന്നത് എന്താണ്? And what is constraining us? ദൈവത്തിന്റെ സ്നേഹമാണ്. It is the love of God. ദൈവത്തിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. The love of God is constraining us. എവിടെ പോകാൻ? Where? ആ ശുഭ തുറമുഖത്തേക്ക് പോകുവാൻ. To head on to that good harbor. വീണ്ടും തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ Again, when we come to the scripture, ദൈവസ്നേഹത്തിന്റെ ആറാമത്തെ പ്രത്യേകത, the sixth speciality of the love of God, ദൈവസ്നേഹം ശിക്ഷിക്കുന്നു എന്നുള്ളതാണ്. that the love of God chastises us. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, When we come to Proverbs chapter 3, അതിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, and when we read verse 12, അത് സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. and the father who loves the child will chastise him. 13-24 വായിക്കുമ്പോഴും, And when we read 3 verse 24, അവിടെയും സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. there it is written, the one who loves will chastise. വായിക്കാം. യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. The one whom he loves, he chastises. ദൈവസ്നേഹം ആണ് നമ്മെ ചിലപ്പോൾ ശിക്ഷിക്കുന്നത്. Therefore, it is the love of God that might chastise us ആ at times. ശിക്ഷയുടെ പേരെന്താണ്? And what is that punishment called? ബാലശിക്ഷ. And it is a chastisement. അതുകൊണ്ടാണ് And that's why എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. it is written in Hebrews, എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു ചെയ്യുന്നത്. that it is written that we are going through a chastisement over there. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, When we read Hebrews chapter 12 and verse 6, ബാലശിക്ഷ കഴിക്കുകയാകുന്നു. that the Lord is chastening us, ചെറിയ ചെറിയ ശിക്ഷകളൊക്കെ തരും. that he will give small punishments. എന്തിനാണ്? Why? നമ്മുടെ ശിക്ഷാവധി ഒഴിഞ്ഞു പോകേണ്ടതിന്. That our eternal damnation may be taken off. തൂക്കാൻ വിധിച്ചവനെ പോലീസുകാർ അടിക്കോ ഇടിക്കോ ഒന്നും ചെയ്യാറില്ല. The one who is to be executed, the police will not harm him. ചില നാളുകൾക്കും ചില വർഷങ്ങൾക്കും ഒരുത്തനെ തൂക്കാൻ വിധിച്ചത് നിങ്ങൾ വായിച്ചു കാണും. You might have read about a person who was judged to be executed. വർഷങ്ങൾക്ക് മുമ്പാണ്. And it was years ago. അവനോട് ചോദിച്ചു, നിന്റെ അന്ത്യാഭിലാഷം എന്താണ്? So the jailers asked him, what is your final അവൻ wish? പറഞ്ഞു, എനിക്ക് കുറച്ച് ഭക്ഷണം വേണം.
വേണം. He said, I need some food. അവന് ഭക്ഷണം കൊടുത്തു. They gave him plenty of food. അവൻ 2000 രൂപയുടെ ഭക്ഷണം കഴിച്ചു എന്നാണ് പറയുന്നത്. It says he ate more than 2,000 rupees worth food. എന്തിനാണ്? Why? എന്നാൽ ആ ഭക്ഷണം അവനെ അടിക്കുകയൊന്നും ചെയ്തില്ല. And they did not even harm him also. അവനെ തൂക്കാൻ വിധിച്ചിരിക്കുക. Because he is to be hanged. എന്നാൽ ചെറിയ ചെറിയ ശിക്ഷകളൊക്കെ കൊടുക്കും. But there will be small punishments also. ലൈറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിന്, or for driving the car without light. ഒരിക്കൽ ഞാൻ മാവേലിക്കര ആയിരിക്കുമ്പോൾ, once when I was at Mavelikara, കോളേജിൽ പഠിക്കുന്ന സമയമാണ്, during my college days, അവിടെ ഞാൻ ഒരിക്കൽ സൈക്കിൾ എടുത്തുകൊണ്ട് ഇങ്ങനെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കൂടെ സന്ധ്യാസമയത്ത് പോയി. I was going through in front of the police station with a cycle. പുതിയ SI ചാർജ് എടുത്ത സമയമായിരുന്നു. And it was a time when the new SI took charge. സൈക്കിൾ ലൈറ്റ് ഇല്ലാതെ പോയോണ്ട് അദ്ദേഹം കൈ കാണിച്ചെടുത്ത് നിർത്തിയിട്ട് എങ്ങോട്ട് കയറ്റി വെക്കണമെന്ന് പറഞ്ഞു. So he waved his hand and said to put my bike aside. കൊച്ചു പ്രായമല്ലേ, it was my young age, 16 വയസ്സേ ഉള്ളൂ. 16 or 17. പേടിച്ച് സൈക്കിൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റി വെച്ചു. And put my cycle at the police station. എന്റെ പേരെന്തുവാ? I asked my name. അപ്പന്റെ പേരെന്തുവാ? And what's your father's name? എല്ലാം എഴുതി. I wrote everything. എഴുതിയിട്ട് ഒരു രസീത് കൈ തന്നു. And then gave me a receipt. ഇതുകൊണ്ട് ഇന്ന ദിവസം ഇത്രാം തീയതി നീ ആ കോടതിയിൽ വരണമെന്ന് പറഞ്ഞു. At this time you have to come to the court. മാവേലിക്കര കോടതിയിൽ. At the Mavelikara court. അപ്പോൾ ഞാൻ ഇതുമായിട്ട് ആ ദിവസം ചെന്നു. And on that day I went. ചെന്നപ്പോൾ അവിടെ ഒന്ന് പുറത്തിങ്ങനെ നിൽക്കുക സമയം ആ ടൈമില്. And I was waiting outside for the time. There is a time. അപ്പോൾ അവിടെ പേര് വിളിച്ചു. And the name was called. എന്റെ പേര് വിളിച്ചു. My name was called. അപ്പോൾ ഞാൻ കയറി ചെന്നു. I went inside. ആളുകൾ എന്നോട് പറഞ്ഞു കൈയൊക്കെ കൂപ്പി കാണിക്കണം. The people asked me to കൂപ്പി കാണിച്ചു. and fold hands, and I did. ജഡ്ജി ഇങ്ങനെ ചോദിച്ചു. So the judge asked. ഇത്രാം തീയതി at this time, ഇന്ന ദിവസം, at this day, KK റോഡേ കൂടെ താങ്കൾ വിളക്കില്ലാതെ without lamp വണ്ടി ഓടിച്ചുവോ? Did you ride your cycle? ഓടിച്ചു. Yes. 25 രൂപ പിഴയടച്ചര്. 25 rupees fine. അപ്പോൾ വലിയ ശിക്ഷ ഒഴിവാക്കാൻ ചെറിയ ശിക്ഷ തരുന്ന. So for avoiding great punishments, small penalties. ബാലശിക്ഷ എന്ന് പറയും. And that's called chastisement. അതെ, ലൈറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുക. And driving without light. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുക. Driving without license. ട്രാഫിക് തെറ്റിക്കുക. And violating the traffic rules. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ ശിക്ഷ. And for these small things, small punishments. അതിന്റെ പേരെന്താണ്? And what is that called? ബാലശിക്ഷ. Chastisement. എന്നാൽ അന്തിമ ശിക്ഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട but there are people who are prepared for the eternal damnation. It is called the eternal punishment, and they are eternally punished and cast into the lake of fire. But what is the love of God doing? Giving us small punishments. And some people would say, why am I being in suffering? I didn't do much mistakes. I'm not living lavishly. I do read the Bible. I do fast and pray. There might be a question coming into your mind about why are afflictions and sufferings coming one after the other in your life. But the word of God says, He chastises the one He loves. That He is doing a chastisement in life. And that is the speciality of the love of God. That He permits certain kinds of trials and troubles in your life. And He says, my sufferings are by my Lord. Hallelujah. The speciality of the love of God, that He chastises. That the Lord may allow small kinds of punishments. And the next speciality, the seventh one, that it fills us with hope. Love of God gives us hope. That's what we read in the scriptures. Romans chapter 5 verse 5. And the hope maketh not ashamed. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്താൽ നമുക്ക് പ്രത്യാശയുണ്ട്. By the love of God there is a hope. ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുകയാണ്. And it is shed abroad in our heart. ദൈവസ്നേഹം ഉള്ളിലുള്ളവർക്ക് അവരുടെ ഹൃദയത്തിൽ ഒരു പ്രത്യാശയുണ്ട്. Those who have the love of God within have a hope. പ്രത്യാശ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? What is hope? ഈ ഭൂമി കൊണ്ട് തീരുന്നതല്ല. We are not ending by this world. പ്രത്യാശ ഉണ്ടാകാൻ കാര്യം എന്താണ്? And what is the reason of this hope? നമ്മുടെ ദൈവം നമ്മുടെ ഓഹരിയും അവകാശവുമായിട്ട് മാറിയതുകൊണ്ടാണ്. Because our God is our part and our reward. വിലാപങ്ങളുടെ പുസ്തകം
പുസ്തകം 3-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, when we come to the book of Lamentations, chapter 3, verse 24, യഹോവ എന്റെ ഓഹരി, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. the Lord is my reward, therefore I shall be hopeful. യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു. The Lord is my portion, saith my soul. ഹൃദയത്തിൽ ഹൃദയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, And the heart is saying like, എന്റെ ദൈവത്തിന്റെയാണ് ഞാൻ, I am for the എന്റെ Lord, ദൈവത്തിന്റെ സ്വന്തമാണ്. I am the Lord's possession. യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം നന്നായി പറയുന്നു. The Lord is my portion, saith my soul. അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കുന്നു. Therefore will I hope in him. യഹോവ നമ്മുടെ ഓഹരിയും അവകാശവുമായി തീർന്നിരിക്കുക. The Lord is my portion and our reward. അതുകൊണ്ടാണ് 16-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, In Psalm 16 it is written, എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. and the Lord has been cast upon a good land. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അളവുനൂൽ മനോഹര ദേശത്ത് വീണിരിക്കുന്നു. The lines are fallen upon in pleasant places. അളവുനൂല് മനോഹര ദേശത്ത് വീണിരിക്കുന്നവരെല്ലാം കൈയ്യർത്തിന് ഹല്ലേലൂയ പറയട്ടെ. അതൊക്കെ സംശയമാ. Some are doubtful. നമ്മുടെ അവകാശം നമുക്ക് അവിടെ അളന്നു തരും ദൈവം. The Lord will measure and give it to us. ഈ അളവുനൂൽ അനവുനൂൽ കൊണ്ട് അളക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. There was a time when the lines were used to ഇസ്രായേൽ ജനത്തിന് ദേശം വിഭാഗിച്ചു കൊടുക്കുമ്പോൾ, when the lands were divided for the people of Israel. അളവുനൂല് വെച്ച് ഇങ്ങനെ ദേശം ഇങ്ങനെ വിഭാഗിച്ചു കൊടുക്കുവായിരുന്നു. They used to divide the land with a measuring line. അത് വെച്ചാണ് ഇവിടെ പറയുന്നത്, And with that they say, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. the lines are fallen in a pleasant place. ഇസ്രായേൽ ജനത്തിന്റെ മനോഹരമായ ദേശമായിരുന്നു കനാൻ നാട്. And Canaan was the most beautiful land for ഇങ്ങനെ Israel. ഓരോരുത്തർക്ക് ഇത്ര എന്ന് പറഞ്ഞ അവകാശമായിട്ട് ഇങ്ങനെ അളന്നു കൊടുക്കുവായിരുന്നു. And all those lands were divided according to the tribe. നൂല് വെച്ച് ഇങ്ങനെ അളക്കുക. And it was divided by a line. വെച്ചാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, And with this idea the psalmist says, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. that the lines are fallen around a pleasant അതാണ് places. നമ്മുടെ പ്രത്യാശ. And that's our hope. ആ കർത്താവിനോടുകൂടെ ആ മനോഹരമായ ദേശത്ത് ഞാൻ വസിക്കും. That I will dwell with my Lord in that beautiful land. എന്റെ കഷ്ടങ്ങളെല്ലാം തീരും. And all my sufferings will be over. അപമാനങ്ങളെല്ലാം തീരും. And all my reproaches will be taken away. തീരും. And all my disappointments will be ended. പരീക്ഷകളെല്ലാം ഞാൻ ജയിക്കും. And I shall overcome my temptations. ദൈവത്തിന്റെ സ്നേഹമാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത്. It is the love of God that gives us this hope. ഓരോ ദിവസവും പ്രത്യാശയെ പുതുക്കി നമുക്ക് ജീവിക്കാം. Let us renew our hope each and every day and live. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. And let's close our ഒരു eyes. നിമിഷം സ്വർഗ്ഗത്തേക്ക് നോക്കാം. And let us behold heavens for a moment. നമ്മുടെ യേശു കടൽക്കരയിലേക്ക് വീണ്ടും പോയി. Jesus went to the seashore. നമ്മുടെ യേശു സ്നേഹത്തിന്റെ കടലാണ്. Jesus is the sea of love. ദൈവ സ്നേഹത്തിന്റെ ആത്മീയ അനുഭവങ്ങൾ നമുക്ക് നൽകിയിരിക്കുകയാണ്. He has given the spiritual experiences of the love of God. ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മുടെ ലംഘനങ്ങളെ എല്ലാം മൂടിയത്. It was the love of God that covered up our transgressions. ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മെ നാശകരമായ കുഴിയിൽ നിന്ന് രക്ഷിച്ചത്. And it is the love of God that saved us from the horrible pit. ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മുടെ ഭയങ്ങളെ എല്ലാം പുറത്താക്കി കളഞ്ഞത്. It is the love of God that cast away the fear in our heart. ദൈവത്തിന്റെ സ്നേഹമാണ് നമുക്ക് ആത്മീയ വർദ്ധനവ് നൽകി നമ്മെ നടത്തുന്നത്. It is the love of God that gives us a spiritual edification and lead us through. ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മെ അക്കരയ്ക്ക് പോകാൻ ഈ സന്ധ്യാസമയത്ത് നിർബന്ധിച്ചിരിക്കുകയാണ്. Even in this evening time, the love of the Lord is constraining us to go abroad. കാറ്റുകളും കോളുകളും തിരമാലകളും ഉണ്ടെങ്കിലും ദൈവത്തിന്റെ സ്നേഹം നമ്മെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. Although there are tides, waves and whirls, the love of the Lord is constraining us. ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുവദിക്കുന്നത്. It is the love of God that allows sufferings and trials in our life. കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുവദിച്ച ദൈവത്തിന്റെ സ്നേഹമാണ് നമുക്ക് പ്രത്യാശ നൽകി തരുന്നത്. And because our sufferings and trials are permitted, it is the love of God that fills us with hope. ആ മനോഹരമായ ദേശത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. Let us be prepared for that goodly heritage. മനോഹരമായ ദേശത്തിന് വേണ്ടി ഒരുങ്ങാം. Let us be prepared for the blessed place. മനോഹരമായ ദേശത്തിന് വേണ്ടി ഒരുങ്ങാം. Let us be prepared for the eternal abode. ആശയെ നമുക്ക് പുതുക്കാം. Let us renew our hope ദൈവത്തിന്റെ കരങ്ങൾ നമ്മെ സമർപ്പിക്കാം. and surrender in the hands of God. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May the Lord bless us with these